മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം. കടലും കണ്ടിരുന്ന് കഴിക്കാൻ റെസ്റ്റോറന്റ്. തിരുവനന്തപുരത്തെ ഭക്ഷണപ്രേമികൾ മീൻ രുചികളുടെ ഒരു പറദീസയായാണ് വിഴിഞ്ഞത്തെ പൊതുവെ കരുതിപ്പോരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മൾ വിഴിഞ്ഞത്തേക്ക്. സൈഡിലാണ് സീറ്റുകൾ കിട്ടിയത്. വിശപ്പിന്റെ തീഷ്ണത ഉണർത്തുന്ന വരികൾ ചുവരുകളിൽ കാണാം. നമ്മൾ ചെന്ന സമയം കടലിന്റെ കാഴ്ച നല്ലപോലെ കാണാവുന്നതിനടുത്ത് സീറ്റുകൾ കിട്ടിയിരുന്നില്ല എങ്കിലും കഴിക്കുന്നതിന് മുമ്പ് സീറ്റുകൾ ഒഴിഞ്ഞു കിട്ടിയെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയില്ല. കാരണം ആ ഉച്ച സമയത്ത് വെയിലിന്റെ തീഷ്ണത കാരണം നമ്മൾ ഇരുന്ന സ്ഥലം തന്നെ കൊള്ളാമെന്ന് തോന്നി. വൈകുന്നേരങ്ങളിൽ ജാലകത്തിനടുത്തായി സീറ്റുകൾ കിട്ടിയാൽ മനോഹരമായിരിക്കുമെന്ന് കരുതുന്നു. നമ്മൾ 4 പേർക്ക് 3 ഊണാണ് പറഞ്ഞത്. 3 ഇലകൾ മുന്നിലെത്തി. ഇനി ഇലയുടെ പേരിൽ അടിയാണ്ടെന്ന് വിചാരിച്ച് കുട്ടികൾക്ക് ഓരോ ഇലയും കൊടുത്ത് നമ്മൾ ഒരു ഇലയിൽ ഒതുങ്ങി. ചോറ്, അവിയൽ, ബീൻസ് തോരൻ, മരിച്ചിനി എന്നിവ മുന്നിലായി നിരന്നു. ഒഴിക്കാനായി ആദ്യം മീൻകറിയാണ് പറഞ്ഞത്. അരികത്തായി കൊഞ്ച് റോസ്റ്റ്, കണവ ഫ്രൈ, നെയ്മീൻ കറി. ഓരോന്നും ഊണ് സഹിതം വില ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഓർഡർ ചെയ്തത്. ഈ സീ ഫുഡിന് പ്രാധാന്യം കൊടുക്കുന്ന ചിലയിടങ്ങളിൽ ഊണ് അത്ര കേമായിരിക്കില്ല. പക്ഷേ ഇവിടം അങ്ങനെയല്ല. സ്പെഷ്യലൊന്നും ഇല്ലാതെ ഊണ് മാത്രം എടുത്താലും കിടു. അവിയലൊക്കെ സൂപ്പർ രുചി. തോരനും വളരെ ഇഷ്ടപ്പെട്ടു. ഗ്രേവിയെ തന്ന മീൻകറിയും കിടിലം. മീൻകറി കഴിഞ്ഞ് വാങ്ങിയ സാമ്പാറും പൊളിയായിരുന്നു. സ്പെഷ്യലായി വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നെയ്മീനായിരുന്നു. സ്വയംബൻ രുചിയാണ്. മരിച്ചിനെയും കൂടി ചേർത്ത് പിടിക്കുമ്പോൾ വേറെ ഒരു ലെവൽ. കൊഞ്ച് റോസ്റ്റും കണവ് ഫ്രൈയും 2 ഉഗ്രൻ. കൊഞ്ചിന്റെ കഷ്ണങ്ങൾ മാത്രമല്ല മസാല എല്ലാം തന്നെ നല്ല രുചിയാണ്. പിന്നെ കഷ്ണങ്ങളുടെ എണ്ണമൊക്കെ അപ്പോഴത്തെ വിലയും അവരുടെ ചെലവൊക്കെ ചേർത്തുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. മീഡിയം സൈസിലുള്ള 6 കൊഞ്ചുകളാണ് നമ്മുടെ ഇതിലുണ്ടായിരുന്നത്. കണവ് ഫ്രൈയും നമ്മൾ വളരെ ആസ്വദിച്ച് തന്നെ കഴിച്ചു. പൊതുവെ തോന്നിയൊരു കാര്യം, മീനിനും അതിന്റെ ഗ്രേവിക്കും എല്ലാം വേറൊരു രുചി. കൊടംപുളി, തക്കാളി എന്നിവയുടെ രുചിയൊക്കെ കൂടുതൽ തോന്നും. സാധാരണ കണ്ടുവരാറുള്ള ഒരു നാടൻ രുചിയല്ല, വേറൊരു രുചി. നമുക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളെ സംബന്ധിച്ച് സർവീസും പെരുമാറ്റവും എല്ലാം വളരെ നല്ലത്. ഒരിക്കൽ വന്നാൽ വീണ്ടും വരാൻ തോന്നുന്നവരാണ്. സമയം ഉച്ചയ്ക്ക് 12:30 മുതൽ രാത്രി 12 വരെ. കുറഞ്ഞത് 4 പേർക്ക് വരെ ഇരിക്കാവുന്ന 8 ഇരിപ്പിടങ്ങൾ, പിന്നെ കുറഞ്ഞത് 6 പേർക്ക് വരെ ഇരിക്കാവുന്ന 2 ബെഞ്ചുകളുണ്ട്. ആകെ 50 പേർക്ക് ഒരേ സമയം ഇരിക്കാമെന്നാണ് പറഞ്ഞത്. വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. മരപ്പാലത്തുള്ള ബാബ അറേബ്യ, ശാസ്തമംഗലത്തെ അലിബാബ ആൻഡ് 41 ഡിഷസ് എന്നിവ നടത്തുന്ന സിദ്ദിഖ് എന്ന ഒരാളുടെ മാനേജറിന്റെ കീഴിലാണ് ഈ കടൽ റെസ്റ്റോറന്റും വരുന്നത്. അവിടെ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ശ്രീ ദിൽഷാദ് എന്ന ചെറുപ്പക്കാരനുമായി സംസാരിച്ചു. പുള്ളിയാണ് പ്രധാനമായും കടൽ എന്ന ഈ ഭക്ഷണയിടം നോക്കി നടത്തുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ചെന്ന് അന്നായിരുന്നു, അതായത് 12 ജനുവരി 2025 ാണ് കടൽ എന്ന ഈ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് 1 വർഷമായതെന്ന് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. 1 വർഷം പ്രമാണിച്ച് വൈകുന്നേരങ്ങളിൽ അന്ന് മുതൽ ഷവായി, മസാല ഷവായി, അറബിക് റൈസ് അവിടെ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. നല്ലൊരു ഊണും മീൻ രുചികളും കഴിച്ച സംതൃപ്തിയിൽ നമ്മൾ ഇറങ്ങി. വിഴിഞ്ഞം പള്ളിക്ക് സമീപമായാണ് ഈ റെസ്റ്റോറന്റ് ഉള്ളത്. കടലും കടൽ കാഴ്ചകളും കണ്ട് നമ്മൾ യാത്ര തിരിച്ചു.